ഹായ്, നമുക്ക് ഈ വർഷത്തെ കൃഷീനെ പറ്റിയിട്ടൊന്ന് വിലയിരുത്താം. ഇപ്പോൾ നട്ടിട്ട് ഏകദേശം ഒരു മാസം 1.5 മാസത്തിൻ്റെ ഉള്ളിലുള്ള പാടാണ് നിങ്ങൾ കാണുന്നത്. ഇപ്രാവശ്യം വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ധാരാളം മഴ കിട്ടി, വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്. അല്ലേ, തോട്ടിലൊക്കെ ഇപ്പോഴും വെള്ളമുണ്ട്. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷേ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത് പുഴുശല്യം വന്നു, പിന്നെ കുറച്ച് ഒലിച്ചു പോയി, അവിടെ ഇവിടെയൊക്കെ കുറച്ച് വരമ്പ് പൊട്ടി ഒലിച്ചു പോയി, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളേ വന്നിട്ടുള്ളൂ. പക്ഷേ വെള്ളത്തിന് ക്ഷാമം വന്നിട്ടില്ല. വെള്ളത്തിന് ക്ഷാമം വരികയാണെങ്കിൽ ഇത് ആദ്യം തന്നെ ഉണങ്ങാൻ തുടങ്ങുമായിരുന്നു, അല്ലെങ്കിൽ അവസാനമാകുമ്പോഴേക്കും വെള്ളം തീരില്ലാത്തൊരു ബുദ്ധിമുട്ട് ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം വെള്ളത്തിന് ക്ഷാമമില്ലാത്തതുകൊണ്ട് വെള്ളം ധാരാളം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തോട്ടൊന്നും വെള്ളം കെട്ടി നിർത്തേണ്ടി വന്നിട്ടില്ല, ആണില്ലേ, വെള്ളമൊക്കെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുക. കാരണം കെട്ടി നിർത്തിയിട്ട് കണ്ടങ്ങളിലേക്ക് തിരിക്കേണ്ടതായിട്ടുള്ളൊരാവശ്യം നമുക്ക് വന്നിട്ടില്ല. അപ്പോൾ നാട് കഴിഞ്ഞിട്ട് ഇതൊരു മാസമായപ്പോൾ നെല്ലാണ്. ഇത് കണ്ടില്ലേ, ഇതൊരു പ്രാവശ്യം നമ്മൾ വളം ചെയ്തിട്ടുള്ള ആ നെല്ലിൻ്റെ വലിപ്പവും അതിൻ്റെ വളർച്ചയും നല്ലോണം അടുത്തടുത്ത് നട്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ലോണം തഴച്ചുണ്ടായിട്ടുണ്ട്. അത് കുറച്ച് ഞാറ് വല്ലാണ്ട് അടുത്ത് നടും ചെയ്തു. അതാണ് അതിൻ്റെ വന്നിട്ടുള്ള പ്രശ്നം. ഇത് പുഴുശല്യം വന്നിട്ടുള്ളതാണ്. ഇത് നട്ടത് കുറച്ച് അകലായി, വെള്ളം കൂടുതലായതുകൊണ്ട് അത് ശരിക്കും പിടിച്ചില്ല, ഭയങ്കരമായിട്ട് പുഴുശല്യം ഉണ്ടായി. അങ്ങനെ പുഴുശല്യം ഉണ്ടായ കണ്ടങ്ങളിലത്തെയാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. പിന്നെ അതിന് മരുന്നടിച്ച് പുഴുവൊക്കെ പോയെങ്കിലും കൂടിയിട്ട് ആ നെല്ലങ്ങോട്ട് ഉഷാറായിട്ടില്ല. ഇനി ഒന്നും കൂടി വളം ചെയ്താലൊക്കെയാണ് അത് ഉഷാറായി വരുള്ളൂ. ഇത് കുഴപ്പമില്ലാത്ത നെല്ലാണ്. പുഴുശല്യം മാറിയതിന് ശേഷം കുറച്ച് വളം ചെയ്തു, അപ്പോൾ ഒന്ന് ക്ലിയറായി വന്നു. ഇനി ഒരു പ്രാവശ്യം പുല്ലെടുത്തു, അങ്ങനെയൊക്കെ കുറച്ച് ക്ലിയറായി വന്നിട്ടുള്ള നെല്ലാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഒരു മാസം 1.5 മാസത്തിൻ്റെ ഇടയിൽ പ്രായമുള്ള നെല്ലുകളാണ്. ഒരു പ്രാവശ്യം വളം ചെയ്തപ്പോൾ ആ പുഴുശല്യം വന്നതിന് ശേഷം നമ്മൾ മരുന്നടിച്ചതിന് ശേഷം വളം ചെയ്തപ്പോൾ കണ്ടില്ലേ, ക്ലിയറായിട്ട് നന്നായിട്ടത് തഴച്ച് പൊന്തി വന്നു. നന്നായിട്ട് തഴച്ചു. ഇതൊക്കെ പുല്ലെടുത്തതിന് ശേഷം വളം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതുമാതിരി നമ്മളത് ചെയ്യുകയാണെങ്കിൽ ഒരു 1.5 മാസം കൊണ്ട് നെല്ല് ഇതുപോലെ നല്ല ഇതായിട്ട് വരും. ഇനി ഇതിലെന്താ ഒരു പ്രശ്നം വന്നു വെച്ചാൽ, ഈ വളം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതിലാകെ പുല്ലിൻ്റെ ശല്യം വരുന്നത്. ഇനി പുല്ല് വല്ലാണ്ട് വരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം പുല്ലെടുത്ത് കഴിഞ്ഞതാണ്. ഈ ചണ്ടിയിൽ പൂട്ടി കഴിഞ്ഞാൽ ഈ ചണ്ടീൻ്റെ ഉള്ളിൽ താണിട്ടുണ്ടല്ലോ, അത് പെട്ടെന്ന് അത് പുല്ല് പൊന്തി വരും നെല്ലിൻ്റെ ഒപ്പം തന്നെ. അങ്ങനെ പുല്ലിഷ്ടം പോലെ പുല്ലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ലൊരുവിധം നന്നായിട്ടുള്ള നെല്ല് തന്നെയാണ്. കണ്ടില്ല, പുഴു വന്നിട്ട് കുറേ ഭാഗങ്ങൾ പോയതാണ്. ആ കേട് ഭാഗങ്ങളാണ് അവിടെയൊക്കെ ഇങ്ങനെ ഗ്യാപ്പ് കാണുന്നത്. അല്ലെങ്കിൽ നന്നായി തഴച്ച് വളരേണ്ടതാണ്. പിന്നെ ഇത് ആദ്യം കാണിച്ച കണ്ടത്തിലത്തെ അത്ര തന്നെ അടുത്തടുത്തല്ല ഇത് നട്ടത്, അത് കുറച്ച് ദൂരം നട്ടതാണ്. അതിൻ്റെ ഒരു വ്യത്യാസം നിൽക്കുകയാണ്. പക്ഷേ അത് കുറച്ചും കൂടി വലുതാകുമ്പോൾ അത് ക്ലിയർ ആവും. ഇപ്പോൾ അടുത്ത് നട്ടത് ഇപ്പോൾ കാണാൻ ഭംഗിയുണ്ടെന്നേ ഉള്ളൂ. കതിരായി കഴിഞ്ഞാൽ അത് മോശമാവുക ചെയ്യുക. ഇതൊക്കെ ഇപ്പോൾ ശരിയായി കഴിഞ്ഞതാണ്. നെല്ല് വെള്ളമൊക്കെ തുറന്നു വിട്ട് നമ്മളത് മരുന്നൊക്കെ അടിച്ച് എല്ലതും ക്ലിയർ ആക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ വെള്ളത്തിൻ്റെ ക്ഷാമമില്ല. ഈ പ്രാവശ്യം വെള്ളം അധികം അടിക്കേണ്ടതായിട്ടൊന്നും വരില്ല. ഇതൊക്കെ നല്ല നെല്ലുകളായിട്ടുള്ളതാണ്. യാതൊരു കുഴപ്പമില്ലാത്ത ഒരു മാസം കൊണ്ട് 1.5 മാസം കൊണ്ടൊക്കെ ഇത്രയും നന്നായിട്ട് നെല്ലുണ്ടാവുക എന്ന് വെച്ചാൽ അത് നല്ല കൃഷിയാണ്. നമുക്ക് മുന്നോട്ട് നടന്ന് നോക്കാം. ഇതൊക്കെ ഈ പാടങ്ങളുടെ അറ്റേ മരം മുഴുവനും ഒരേ നെല്ല്, ഒരേപോലെ ഒരേ കൃഷി, കണ്ടില്ലേ, ഒരേ വലിപ്പം എല്ലതും. ചില കണ്ടങ്ങൾ കൂടുതലുള്ള കണ്ടങ്ങളുണ്ട്, അവിടെയാണ് വെള്ളം നിന്നിട്ട് ഈ പുഴുശല്യം ഉണ്ടായത്. ഇതിലൊന്നും വലിയ കുഴപ്പമില്ല. എന്തായാലും വളം ചെയ്താൽ മാത്രം തന്നെ നെല്ല് നേരേ ഉള്ളൂ കേട്ടോ. വളം ഇല്ലാണ്ട് ജൈവവളം കുതിര എന്നൊക്കെ വലുത് പറയാനല്ലാതെ വളം ഇടാത്ത സ്ഥലങ്ങളിലത്തെ നെല്ല് കണ്ടു കഴിഞ്ഞാൽ അത് മഹാമോശം തന്നെയാണ്. ചെയ്യുക, പുഴു വന്നു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, അത് പോയി. ഇത് കണ്ടില്ലേ, പുഴു വന്നിട്ട് ഗ്യാപ്പുകൾ കണ്ടില്ലേ. ഇനി പുല്ലിൻ്റെ ശല്യം പുല്ല് വന്നിരിക്കുന്നത്, അതിൻ്റെയൊക്കെ പുല്ലടിഞ്ഞ് കൂടുന്നുണ്ട്. പുല്ലിപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ എടുത്തതാണ്, അതിൻ്റെ ശേഷം പിന്നെ പുല്ല് വരുന്നതാണ്. ഈ വരമ്പിൻ്റെ അരിക്ക് കൂടെ അങ്ങോട്ട് വരുന്നു, പിന്നെ അങ്ങോട്ട് ആകെ കണ്ടത്തിലേക്ക് അങ്ങോട്ട് പടർന്ന് പിടിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നെല്ല പോവും. അത് ഈ ചണ്ടിയിലുള്ള പുല്ലാണ്. ആദ്യം പൂട്ടുമ്പോൾ ചണ്ടി താണിട്ട് ആ ചണ്ടി പൊന്തി വന്നിട്ടുള്ള പുല്ലുകളാണത്. ഇവിടെ കണ്ടില്ലേ, പുല്ലെടുത്തപ്പോൾ നെല്ല് പോയി. അവിടുത്തെ കണ്ടില്ലേ, നെല്ലില്ല, അവിടെ പുല്ലെടുത്തതാ. ഇതൊക്കെ ആകെ പുല്ല് വന്ന കണ്ടങ്ങളാണ്. കണ്ടോ, പുഴുശല്യം വന്ന് പുല്ലും വന്ന് ആകെ പോയതാ. പിന്നെ പുല്ലെടുത്തപ്പോഴാണ് ഇങ്ങനെ ഗ്യാപ്പിൽ ഞാറ് നിൽക്കുന്നത്. ഇതുണ്ടോ പുല്ല് നിൽക്കണുണ്ടോ? ഇതാണ് കണ്ടത്തിലത്തെ പുല്ലിൻ്റെ അവസ്ഥ. ഇങ്ങനെയാണ് കണ്ടത്തിൽ പുല്ല് വന്നെന്ന് അറിയുക. കണ്ടത്തിൽ നെല്ല് കാണാനില്ലേ, നെല്ലിനെക്കാട്ടിലും കൂടുതൽ പുല്ല. ഇനി ഈ പുല്ലൊക്കെ എടുത്തു കഴിഞ്ഞാൽ നെല്ല് അവിടെയും ഇവിടെയും ഗ്യാപ്പിൽ ഓരോ ഞാറ് നിൽക്കുന്നത് കാണാം. അത് ഈ പുല്ല് വന്നിട്ട് ഉള്ള പ്രശ്നം. അപ്പോൾ ആ വളട്ടത് മുഴുവൻ ഈ പുല്ല് വലിച്ചെടുത്തു. അങ്ങനെ പുല്ല് കൊണ്ട് വളർന്നു പെട്ടെന്ന്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു കർഷകനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. ഇതൊന്നും ആരും മനസ്സിലാവുന്നില്ല. നട്ടിട്ടാണ്ട് കൊയ്യാൻ ചെന്നാൽ മതിയല്ലോ എന്നുള്ളതാണ്. ഇതിനൊക്കെയുള്ള കൂലിച്ചെലവും ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ആൾക്കാർ ഇപ്പോൾ കൃഷി നിർത്തി വെക്കണത്. പിന്നെ എന്താ വെച്ചാൽ ഈ ഉഴവ് കൂലിയും
കുറച്ച് ബോണസും സബ്സിഡിയൊക്കെ കിട്ടുന്ന കാരണം ഇത് ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് കൃഷിയിൽ നിന്ന് വലിയ ലാഭമൊന്നും ആർക്കും കിട്ടുന്നില്ല, ഒരു കർഷകനും കിട്ടുന്നില്ല. അപ്പോൾ അതൊക്കെ പറഞ്ഞു തരാനും ഇത് മനസ്സിലാക്കാനും കൂടിയിട്ടാണ് ഞാൻ ഈ 1-1.5 മാസം പ്രായമായിട്ടുള്ള നെല്ലിൻ്റെ കാണിച്ചത്. നട്ടിട്ട് 1.5 മാസം, അപ്പോൾ നടാൻ തന്നെയുള്ള പൈസ ചിലവും ഇതും വേറെ, ഇത് നട്ട് കഴിഞ്ഞിട്ടുള്ള ചിലവ്, ഇത് 1.5 മാസത്തിനുള്ള ചിലവുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിട്ടത്. ഓക്കെ, താങ്ക് യു.